പ്രൈസ് ദി ലോർഡ്. എനിക്ക് നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ദൈവം നൽകിയ നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പരിചയപ്പെടാനിടയായി. പാസ്റ്റർ വീട്ടിൽ കടന്നു വരുവാനും അല്പസമയം ഞങ്ങൾക്ക് ഷെയർ ചെയ്യാനൊക്കെ സാധിച്ചു. ഞാൻ കുറേ വർഷങ്ങൾ തെലങ്കാനയിലായിരുന്നു. ആക്ച്വലി ഞാൻ കോട്ടയംകാരനാണ്. അങ്ങനെ ഞാൻ ഖത്തറിൽ ജോലി ചെയ്യുന്ന സമയത്താണ് കർത്താവ് എന്നെ വിളിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ മെസ്സേജാണ്. കാരണം എന്ന് വെച്ചാൽ കർത്താവ് നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. നമ്മളത് എത്രമാത്രം നമുക്കത് അറിയാൻ കഴിയുന്നുള്ളതാണ് നമ്മളുടെ ഒരു പ്രശ്നം. കാരണം ഞാൻ യേശുവിനെ തേടിപ്പോയതൊന്നുമല്ല, യേശു എന്നെ തേടി വന്ന നമ്മളെല്ലാവരുടെയും അതാ. ഞാനിന്ന് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ കോട്ടയത്താണ് ജനിച്ചു വളർന്നതെങ്കിലും അതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത തെലുങ്കാനയിൽ, ഞങ്ങൾക്ക് തെലുങ്കൊന്നും അറിയില്ല, ഒരക്ഷരം പോലും അറിയില്ല തെലുങ്ക്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ 15 വർഷം കർത്താവിൻ്റെ വേല ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അങ്ങനെ എൻ്റെ മോളിവിടെ പഠനത്തോടുള്ള ബന്ധത്തിൽ കടന്നു വരുവാനും, അങ്ങനെ അവളിപ്പം ഓസ്റ്റിനിലായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ കടന്നു വരാൻ ദൈവം ഒരു അവസരം തന്നു. അപ്പം നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കും. പാസ്റ്റർ പറഞ്ഞ പോലെ നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ ഇറങ്ങി പുറപ്പെട്ടത് തൊട്ട് പിന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതം എങ്ങനെ ആയിരിക്കും എന്ന് ചോദിച്ചാൽ, പിന്നെ നമ്മുടെ ഒരു യാത്രയാണ്. പാട്ടുകാരൻ പണ്ട് പാടിയതുപോലെ, എൻ്റെ ദേശം ഇവിടെയല്ല, ഞാനിവിടെ പരദേശി, പക്ഷെ ഞാൻ എങ്ങാണ്ട് ഒരു സ്ഥലത്തേക്ക് പോകുക, നമുക്കൊരു ലക്ഷ്യമുണ്ട്. അപ്പോൾ ഇവിടെ ഞാനൊരു പോയിന്റ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാന്ന് വെച്ചാൽ, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായം അതിൻ്റെ ഒരു 19-ാമത്തെ വാക്യം, 1-2 വാക്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. ചെറിയൊരു മെസ്സേജാണ്, അല്പസമയം. 7:19 ഒന്ന് വായിച്ചേ. അവിടെ ഒരു ദൈവസ്നേഹമാണ് വെളിപ്പെടുന്നത്, കർത്താവിൻ്റെ സ്നേഹം വെളിപ്പെടുന്നത് അന്ന് നമുക്ക് മനസ്സിലാക്കാം. യോഹന്നാൻ്റെ ഓക്കെ, നമുക്ക് ഈ ഭാഗം ചിന്തിക്കുമ്പോൾ ഈ യോഹന്നാനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ ഈ യോഹന്നാൻ പറയുന്ന ഒരു ഭാഗം നമുക്ക് വളരെ അത്ഭുതകരമായിട്ട് തോന്നും. കാരണം അന്ന് വരെ യേശുവിനെ വെളിപ്പെടുത്തുക യോഹന്നാൻ, അന്ന് വരെ അറിയാത്ത ഒരു യേശുവിനെയാണ് യോഹന്നാൻ വെളിപ്പെടുത്തുന്നത്. എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? ഇവനാണ് ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഒരു ഭയങ്കര ഒരു ഭയങ്കരമായ ഒരു സന്ദേശമാണ് ദൈവം അവിടെ യോഹന്നാൻ പറയുന്നത്. ഇവൻ ആരാന്നറിയോ? ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറയുന്ന വലിയൊരു ഭാഗം ഇവിടെ വെളിപ്പെടുത്തിയ യോഹന്നാനാണ് ഇപ്പം ചോദിക്കുകയാണ്, തൻ്റെ ശിഷ്യന്മാരെ അയച്ചിട്ട് ചോദിക്കുക. എന്താ ചോദിക്കുന്നത്? വരുവാനുള്ളവൻ നീയോ? അപ്പം നമ്മൾ നോക്കുക, ഇപ്പം യോഹന്നാൻ അത് എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മളെ ഭാഗത്തേക്കൊന്ന് വരുമ്പോൾ യോഹന്നാൻ എന്താ പറയാനുള്ള കാരണം? അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണാൻ കഴിയും. ഈ പൗലോസ്, ഞാൻ 2-3 ഭാഗങ്ങൾ ചേർത്ത് വെച്ചാണ്. എന്ന് വെച്ചാൽ ആ മെസ്സേജ് എത്രമാത്രം അത് ക്ലിയർ ആകുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം കൂടുതൽ സമയമുള്ളതാണ്. എങ്കിലും എനിക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ അല്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ സ്നേഹമാണ് അവിടെ വെളിപ്പെടുന്നത്. യേശുവിനെക്കുറിച്ച് യോഹന്നാൻ എന്താ പറഞ്ഞത്? യേശുവിനെക്കുറിച്ച് യോഹന്നാൻ പറഞ്ഞത് എന്തുവാ? ഇവൻ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ആർക്കും മനസ്സിലാകാത്ത ഒരു മർമ്മമാണ് അവിടെ വെളിപ്പെട്ടത്. എന്നാൽ അതേ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു വിടുക, നീ തന്നെയാണോ എന്ന്. എന്താ അവിടെ ഒരു സംശയം അവിടെ ഉടലെടുത്തല്ലേ? എന്നിട്ട് യേശു എന്താ അവിടെ പറയുന്നത്? ഞാൻ ആ ഭാഗം ഒന്ന് കൂടുതൽ പറയുന്നത്, യേശു അവിടെ അതിന് ആൻസർ പറയുകയാണ്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേച്ച് യോഹന്നാനെ കുറിച്ച് പറയുകയാണ്. ഇവൻ ആരാന്നറിയാവോ? സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ ഇത് ചെയ്യുക. കാരണം നമ്മളവിടെ മനസ്സിലാക്കുന്ന യേശുക്രിസ്തുവിൻ്റെ സ്നേഹമാണ് മനസ്സിലാകുന്നത്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, യോഹന്നാൻ അങ്ങനെ പറഞ്ഞതിൽ കർത്താവ് ഒരിക്കലും ഒരു വിഷമം പോലും തോന്നുന്നില്ല. കാരണം എന്താണെന്നറിയോ? ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് എത്താം. അത് പറയാനുള്ള കാരണം, യേശു ഒരിക്കലും യോഹന്നാനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. യോഹന്നാൻ നല്ല പ്രവാചകനാണെന്നും അവൻ ആരാന്നാണ് പറഞ്ഞത്? സ്ത്രീകളിൽ ജനിച്ചവരിൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നേച്ച്
നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ ഇങ്ങനെ പൗലോസിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ പൗലോസ് പറയുകയാണ്, അവൻ ഉൾനാടുകളിലൂടെ സഞ്ചരിച്ച് വരുമ്പോൾ അവിടെ കുറച്ച് പേരെ കാണുക. അവരോട് എന്താ ചോദിക്കുന്നത്? നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? എന്നിട്ട് അവർ പറയും, ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ല. വീണ്ടും അതിൻ്റെ താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്തോ, യോഹന്നാൻ അവിടെ നടന്ന ഒരു സ്നാനം യോഹന്നാൻ്റെ സ്നാനമാണ്. അന്നേരം ഒന്ന് മനസ്സിലാക്കേണ്ട ഈ രണ്ട് ഭാഗം, ഇപ്പം ഇവിടെ യേശു യോഹന്നാനോട് പറഞ്ഞ ഒരു ഭാഗവും ഇവിടെ പൗലോസ് ചോദിച്ച ഭാഗവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തിലാണ് നമുക്ക് സംഭവിച്ച വ്യത്യാസം. കാരണം യോഹന്നാനെ കുറിച്ച് യേശു ഭയങ്കരമായ സാക്ഷ്യമാണ് പറഞ്ഞത്. പക്ഷെ എന്നിട്ടും യോഹന്നാൻ യേശുവിനെ മനസ്സിലായില്ല. ഇവിടെ പൗലോസ് പറയുകയാണ്, പൗലോസ് ഇവിടെ ഈ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഈ യേശുവിൻ്റെ എന്ന് വെച്ചാൽ അവർ ശരിക്കും പറഞ്ഞാൽ അവർ യോഹന്നാൻ്റെ ശിഷ്യന്മാരായിരുന്നു. പക്ഷേ അവർ യോഹന്നാൻ്റെ ശിഷ്യന്മാരായിരുന്നു എങ്കിലും അവർക്ക് ആരെയും മനസ്സിലായില്ല, യേശുവിനെ മനസ്സിലായില്ല. പക്ഷെ അവരന്നേരം എന്ത് ചെയ്യും? അവിടെ നമ്മൾ കാണുകയാണ്, യോഹന്നാൻ അവിടെ ഈ ശിഷ്യന്മാരെ അവിടെ എന്ത് വെച്ചു? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ എന്ത് ചെയ്തു? അവിടെ സ്നാനം കഴിപ്പിച്ചു. അവരുടെ മേൽ എന്ത് സംഭവിച്ചു? പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവർ യേശുവിനെ കാണാൻ തുടങ്ങി. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുകയാണ്, ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? നമ്മൾ ആദ്യത്തെ ഭാഗത്തേക്ക് എത്തുക. യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ യേശുവിൻ്റെ അടുക്കലേക്ക് അയക്കുക. എന്തിനാ അയക്കുന്നേ? നീ തന്നെയാണോ എന്ന്. അപ്പം അതിൻ്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, എന്താ അങ്ങനെ പറയാൻ കാരണം? അവരുടെ അവസ്ഥ അങ്ങനെയാണ്. കാരണം യേശുവിന് അത് മനസ്സിലാക്കുക. യേശു അവരെ കുറ്റം പറയാത്തതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഇവരുടെ അവസ്ഥ അങ്ങനെയാണ്. കാരണം ദൈവത്തെ അവർക്ക് കാണാൻ കഴിയുന്നില്ല. യേശുവിനെ യോഹന്നാൻ കണ്ടു, പക്ഷെ എന്നിട്ട് പോലും യേശുവിനെ കാണേണ്ട പോലെ യോഹന്നാന് കഴിയുന്നില്ല. കാരണം എന്താ? അവരുടെ അവസ്ഥ എങ്ങനെയാണ്? എഫേസ്യ ലേഖനം നമ്മൾ 1-ാം അധ്യായം എഫേസ്യ ലേഖനം 2:1 വായിക്കുമ്പോൾ നമുക്കവിടെ മനസ്സിലാകാണ്. പൗലോസ് പറയുകയാണ്, ആ മനുഷ്യൻ്റെ അവസ്ഥ, നിങ്ങൾ ഏത് അവസ്ഥയിലാണ്? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച അവസ്ഥയിലായിരുന്നു ആ ജനം മുഴുവൻ. യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയോടുകൂടി, എവിടെയാ യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലി ആരംഭിച്ച് യേശുവിൻ്റെ പാപപരിഹാര ബലിയോടുകൂടി ഒരു പോയിന്റ് അവിടെ അവസാനിക്കുക. ഏത് പോയിന്റ് ആയിരുന്നു അറിയോ? ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ആദാമിൽ എല്ലാവരും മരിക്കാതെ എവിടെ അവസാനിക്കുന്നു അറിയോ? യേശുക്രിസ്തുവിൽ ആ മരണം അവസാനിച്ചിട്ട് ദൈവം ഇങ്ങനെ ഭൂമിയിൽ നിന്ന് ദൈവം ഇങ്ങനെ നോക്കുമ്പോൾ 2 മനുഷ്യരെയാണ് കാണുന്നത്. ഒന്ന് ആദാം, മരിച്ച ഒരാദാമിൻ്റെ പരമ്പരയെ കാണുമ്പോൾ അവിടെ യേശു 2-ാം മനുഷ്യനായ ആദാമിനെ കാണുന്നു. ജീവിച്ചെഴുന്നേൽക്കുന്ന ഒരു പരമ്പര. ഈ പരമ്പരയുടെ അവസാനമാണ് ഈ യോഹന്നാനെ നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഒരിക്കലും ഈ മരിച്ച അവസ്ഥയിലായിരുന്ന മനുഷ്യന് യേശുവിനെ യഥാർത്ഥമായി കാണാൻ കഴിഞ്ഞില്ല. അതാണ് അവിടെ. അന്നേരം ഒന്ന് ഓർത്ത് നോക്കി, യോഹന്നാൻ നമ്മൾ നോക്കുമ്പോൾ യോഹന്നാൻ അവിടെ യേശുവിനെ കുറിച്ച് എന്തു പറഞ്ഞു? മുഴുലോകത്തിൻ്റെയും പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറയുന്ന ആ പോയിന്റ് അവിടെ യോഹന്നാൻ പറയുന്നുണ്ടെങ്കിൽ പോലും ശരിക്കും യോഹന്നാൻ യേശുവിനെ കണ്ടായിരുന്നോ? കാരണം ജഡത്തിൽ സഞ്ചരിക്കുന്ന ഒരു യേശുവിനെ യോഹന്നാൻ കണ്ടു. പക്ഷേ യഥാർത്ഥമായ ഒരു യേശുവിനെ യോഹന്നാന് കാണാൻ കഴിഞ്ഞോ? ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ അവസ്ഥ മരിച്ച അവസ്ഥയായിരുന്നു. അവൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? മരിച്ച അവസ്ഥയായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിലൂടെ പാപപരിഹാര ബലിക്ക് ശേഷം അവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഒരു വീണ്ടും ജനനമാണ് അവിടെ സംഭവിച്ചത്. ഈ വീണ്ടും ജനനം സംഭവിക്കുമ്പോൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1 പറയുന്നു, നിങ്ങൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാ, എന്നാൽ യേശുക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുക? ഇപ്പോൾ ഉയർത്തെഴുന്നേൽച്ചിരിക്കുക, ജീവിച്ചിരിക്കുക. നാം പത്രോസിനെ നോക്കുമ്പോൾ പത്രോസ് എന്ത് പറഞ്ഞു? പത്രോസ് പറഞ്ഞ ഒരു വാക്യമുണ്ട്. യേശു ചോദിച്ചു പത്രോസിനോട്, എന്താ ചോദിച്ചേ?
എല്ലാവരും എന്നെക്കുറിച്ച് ഓരോന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്തേക്കുറിച്ച് എന്താ പറയുന്നത്? പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. എത്ര കറക്റ്റായ സ്റ്റേറ്റ്മെൻ്റ് അവിടെ പറഞ്ഞ്. പക്ഷെ ഇതേ പത്രോസ് പിന്നെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്തുവാ? പത്രോസ് പേടിച്ചു. അപ്പം നമ്മുടെ അവസ്ഥ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പത്രോസ് യേശുവിനോട് ചേർന്നിരിക്കുമ്പോൾ, കാരണം പഴയ നിയമം നാം മനസ്സിലാക്കുമ്പോൾ മരിച്ചൊരു ജനതയായിരുന്നു. അവിടെ ദൈവം ചിലരെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് അവരെ എന്ത് ചെയ്തു? അവരിലൂടെ ദൈവം സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതിനൊരു പെർമനൻ്റ് ഉണ്ടായിരുന്നു. ഇവിടെ പത്രോസ് എന്താ പറഞ്ഞത്? നീ ജീവനുള്ള ദൈവത്തിൻ്റെ. ആ സ്റ്റേറ്റ്മെന്റ് എത്ര കറക്റ്റാ. ഇത് പറഞ്ഞ പത്രോസ് എന്ത് സംഭവിച്ചു? പത്രോസ് പേടിച്ചു പോയായിരുന്നു. പക്ഷെ ഇതേ പത്രോസിനെ നാം ലേഖനത്തിൽ കാണുമ്പോൾ, ഈ പത്രോസിനെ, ഈ പഴയ പത്രോസിനെയാണോ നാം പുതിയ നിയമത്തിലെ ലേഖനത്തിൽ കാണുന്ന പത്രോസ് എങ്ങനെയായിരിക്കുന്നത്? പിന്നെ പത്രോസിനോട് ചോദിക്കണം, എന്ത് ചോദിക്കണം? പത്രോസേ, നീ അന്ന് പേടിച്ചായിരുന്നല്ലോ, ഇപ്പം എന്താ നിനക്ക്? അങ്ങനെ പത്രോസ് പറഞ്ഞു, ഞാൻ ആള് മാറിയെന്ന്. ഇല്ലേ? പത്രോസ് ആള് മാറി. ആള് മാറിയ പത്രോസിനെ നോക്കിയാൽ പത്രോസിന് എന്തില്ലായിരുന്നെന്നറിയോ? അതുവരെ താനൊന്ന് ഭയന്നായിരുന്നു. ആ ബാല്യക്കാരത്തിയോട് എന്താ പറഞ്ഞേ? ഓ, ഞാൻ അറിയുന്ന പോലും ഇല്ല. എന്നാൽ ഇവിടെ നമ്മൾ മാറാൻ പോവാ. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ചില വ്യത്യാസങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ വീണ്ടും ജനിച്ചപ്പോൾ ഇവിടെ പൗലോസ് ആ ജനത്തോട് ചോദിക്കുക, ആ ശിഷ്യന്മാരോട് ചോദിക്കുക. എന്താ ചോദിച്ചതെന്നറിയോ? നിങ്ങൾ വിശ്വസിച്ചിട്ട് എന്ത് പ്രാപിച്ചു? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന്. നമ്മുടെ സഭകൾ ഇപ്പോഴും ഒന്ന് അപ്പോസ്തല പ്രവൃത്തി ഒരു ആദ്യത്തെ ചില അധ്യായങ്ങൾ വായിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്നറിയോ? അവിടെ പരിശുദ്ധാത്മാവ് അയച്ചു. നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ എല്ലാം ഇനി മാറണം. കാരണം വെച്ചാൽ ഒരു ഹെവൻലി അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുമ്പോൾ പാസ്റ്ററെ, ദൈവത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിക്കുന്നത് തന്നെ തെറ്റാ. ശരിയാണോ? ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് തെറ്റാ. ദൈവത്തിന് ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല. പക്ഷെ അതിനായിട്ടാണ് നമ്മെ ആക്കി വച്ചിരിക്കുന്നത്. പുതിയ നിയമസഭയാണ് നാം. നമ്മുടെ പുതിയ നിയമസഭയുടെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, ഇങ്ങനെ പറയുന്നത്, നമുക്ക് പലതും അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. സകലതും സാധ്യമാണെങ്കിൽ ആ ദൈവത്തിൻ്റെ കൂടെയാണ് നാം ഇന്നായിരിക്കുന്നത്. ഞാൻ ഈ യോഹന്നാനെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം, യോഹന്നാൻ അവിടെ എന്താ പറയുന്നത്? യോഹന്നാൻ അവിടെ യോഹന്നാൻ്റെ യഥാർത്ഥ അവസ്ഥയാണ് പറയുന്നത്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ വലിയ കാര്യം പറഞ്ഞു ആരെക്കുറിച്ച്? യേശുവിനെ കുറിച്ച്. എന്താ പറഞ്ഞത്? അവൻ ആരാന്നാ? അവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടാന്ന്. അങ്ങനെ പറഞ്ഞ യോഹന്നാൻ ഇപ്പൊ പറയുകയാണ്, നീ തന്നെയാണോ എന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞങ്ങളിങ്ങനെ വിശ്വാസത്തിൽ വന്നു. ഞങ്ങൾ യാക്കോബക്കാരാണ്. യാക്കോബായ ഓർത്തഡോക്സൊക്കെ രണ്ടും തമ്മിൽ. ഞാൻ യാക്കോബായ, എൻ്റെ വൈഫ് ഓർത്തഡോക്സ്. നാട്ടിലൊക്കെ ഇപ്പോൾ യാക്കോബായ ഓർത്തഡോക്സ് തമ്മിൽ ഭയങ്കര ഫൈറ്റിങ് പള്ളിക്ക് വേണ്ടി. പക്ഷെ അവിടെ നിന്നൊക്കെ ഞങ്ങളെ കർത്താവ് രക്ഷിച്ചതിനായിട്ട് ഞാൻ സ്തോത്രം. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ദൈവത്തിന് ഒരാളെ വേണമെന്നുണ്ടെങ്കിൽ ദൈവം അത് മുന്നമേ പൗലോസ് ആദ്യം ഒരു കാര്യം ഇങ്ങനെ പറയുകയെ, ഞാൻ എല്ലാം കൂടെ ചേർത്തങ്ങ് പറയുക. കാരണം ഈ നമ്മുടെ ബോസ് ഒരു പ്രസംഗം ആരംഭിച്ചു. ആ പ്രസംഗത്തിനൊരു പൂർത്തീകരണം ഇല്ല. ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ഇന്നും പ്രസംഗിക്കത്തില്ല. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രസംഗിച്ചു കൊണ്ടേ ഇരിക്കുക. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ ഒരു കുറച്ച് ഭാഗം പ്രസംഗിച്ചേച്ചു പോകും, അതാണ് അടുത്തയാൾ വരുമ്പോൾ ബാക്കി പ്രസംഗിക്കും. കാരണം അന്ന് അവൻ പ്രസംഗിച്ച പ്രസംഗം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുക അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. എന്നെ ഏൽപ്പിച്ചത് ഞാൻ പറഞ്ഞിട്ട് പോകുന്നു, ഇതിനൊരു ചിലപ്പോൾ പൂർത്തീകരണം ഒന്നും കാണുകയില്ല. പൂർത്തീകരിക്കാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് മണിക്കൂറുകൾ നിന്ന് കർത്താവിനെ പ്രസംഗിക്കാൻ പറ്റും. എന്നാന്ന് ചോദിച്ചാൽ ആ ദൈവസ്നേഹം. അപ്പോൾ അവിടെ യോഹന്നാനെ നോക്കുക. ഒരു നിമിഷം യോഹന്നാനെ നോക്കിയാൽ ഞാനാണെ പറയും, യോഹന്നാനെ നീ അന്ന് എന്താ ഭയങ്കര വെളിപ്പാടൊക്കെ പറഞ്ഞിട്ട് ഇപ്പം നീ ഇത് തിരിച്ചു പറയും അല്ലേ? ഇത് ചിന്തിച്ച് യേശു അന്നേരം, അതാണ് ദൈവസ്നേഹം നമ്മൾ മനസ്സിലാക്കുമ്പോൾ. യോഹന്നാൻ്റെ അവസ്ഥ ആർക്കറിയായിരുന്നു? യേശുവിനറിയാം. ഇവനിതേ പറ്റുള്ളത്.
എന്നാൽ ഇത് പുതിയ ദൈവസഭയെ ദൈവം നോക്കിയിട്ട് നമ്മൾ യോഹന്നാന്റെ അവസ്ഥയിലുള്ളവരാണോ, പത്രോസിന്റെ അവസ്ഥയിലുള്ളവരാണോ? പത്രോസിന്റെ അവസ്ഥ യോഹന്നാന്റെ അവസ്ഥയൊക്കെ ഏതാണ്ട് ഒരുപോലെയായിരുന്നു. 3.5 വർഷക്കാലം ഞാനിങ്ങനെ പറയായിരുന്നേ, ഈ പത്രോസും ശിഷ്യന്മാരും ഒക്കെ, സമയമാകുമ്പോൾ ഒന്ന് പറഞ്ഞേക്കണേ, പത്രോസും ശിഷ്യന്മാരും ഒക്കെ ഉണ്ടല്ലോ, അവരുടെ കണ്ണൊക്കെ ഇങ്ങനെ മിഴിഞ്ഞായിരിക്കുന്നത്. എന്നെ കാരണമെന്ന് ചോദിച്ചാൽ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് ഉറങ്ങുന്നത് വരെ പ്രവൃത്തി ചെയ്യുന്നവനായിരുന്നു കർത്താവ്, അല്ലേ? എന്തായിരുന്നു പ്രവൃത്തി? നമുക്ക് അവൻ്റെ പ്രവൃത്തി, അവനത് പ്രവൃത്തിയാണെങ്കിൽ കാണുന്ന നമുക്കത് അത്ഭുതമായി മാറുക. ഇത് കണ്ട് എന്ന് വെച്ചാൽ രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു, കുഷ്ഠരോഗി ശുദ്ധമാകാൻ പറയുമ്പോൾ ഈ പൊഴിഞ്ഞുപോയ വിരലുകളൊക്കെ വരുമായിരുന്നു തിരിച്ച്. അവിടെ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു. ഇതെല്ലാം കണ്ട പത്രോസ് എങ്ങനായി? ഇതെല്ലാം കണ്ട പത്രോസിൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? ദൈവം പത്രോസിനെ സ്നേഹിച്ചു വന്നേരും. പൗലോസ് ഇങ്ങനെ പറയുകയാണെ, കഷ്ടതയോ നഗ്നതയോ പട്ടിണിയോ വാളോ ഇതൊക്കെ വന്നാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ പൗലോസ് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പൗലോസിന് മനസ്സിലായ എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് കഷ്ടം വന്നപ്പം ഞാൻ പിറുപിറുത്തായിരുന്നു. പ്രശ്നം വന്നപ്പോഴൊക്കെ ഞാൻ പറയും, കർത്താവേ എന്നാലും. എന്നിട്ട് ഞാൻ ഭയങ്കര ശക്തമായിട്ട് എൻ്റെ പ്രാർത്ഥനയൊക്കെ ഭയങ്കരമായിട്ട് കൂട്ടി, അതിൻ്റെ കുറവ് കൊണ്ടാണോ എന്നൊക്കെ ഞാനൊരല്പം ഒന്ന് ഇതായിരുന്നു, അല്ലേ? ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതേ, ഇല്ലേ? നമുക്ക് ചില പ്രശ്നമൊക്കെ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒന്ന് അയഞ്ഞായിരുന്നു. പക്ഷേ പത്രോസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, പൗലോസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയായിരുന്നെന്ന് ചോദിച്ചാൽ, ഞാൻ കഷ്ടത വന്നപ്പോഴും പട്ടിണി വന്നപ്പോഴും, ഞാനിത് എപ്പോഴും പറയുന്ന ഒരു ഭാഗമാണ്, വന്നപ്പോഴും എനിക്ക് ദുഃഖം വന്നപ്പോഴും ഭാരം വന്നപ്പോഴും ഒക്കെ എൻ്റെ മാറ്റം അല്ലായിരുന്നു അവിടെ വിഷയം. അവൻ എന്നെ എന്ന് സ്നേഹിച്ചോ ആ സ്നേഹത്തിന് ഒരു മാറ്റവും ഇല്ലായിരുന്നു. നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വന്നപ്പോഴും നമ്മുടെ ആത്മീയതയിൽ ചിലപ്പം കുറച്ച് താന്നു പോയായിരിക്കും. നമുക്ക് തോന്നിക്കാണും, കാരണം നാം ജഡത്തിൽ ജീവിക്കുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് ഈ പഴയ നമ്മളിവിടെ നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ജഡത്തിലാവുമ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാവും. ഞാനൊരു പോയിന്റ് കൂടെ പറയാം, നമ്മൾ യേശുവിനെ ജഡത്തിലല്ല അറിയേണ്ടത്, ആത്മാവിലാണ്. കാരണം ഈ ജഡം ഒരു ദിവസം നാം ഇവിടെ ഉപേക്ഷിച്ച് പോകുമ്പോൾ നമ്മുടെ ആത്മീയതയെ ഉപേക്ഷിച്ച് പോകാൻ ഇടയാകരുത്. നാം എവിടെയായിരിക്കണം? കർത്താവിൽ, യേശു ക്രിസ്തുവിൽ. അതിനാണ് നമ്മൾ വീണ്ടും ജനിച്ച നമ്മുടെ അകത്തൊരു മനുഷ്യൻ. പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ അകത്തൊരു മനുഷ്യനുണ്ട്. നിങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും അവിടെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? എക്വിപ്പ് ചെയ്തെടുക്കുവാൻ. നിങ്ങളുടെ ആത്മീയത അവിടെയാകുമ്പോൾ നിങ്ങൾ ആത്മീയമായി സമ്പാദിച്ചതൊന്നും നഷ്ടമാകാതെ നിങ്ങൾക്ക് എങ്ങോട്ട് പോകാൻ കഴിയും? കർത്താവിലേക്ക്. അവിടെ നിങ്ങൾക്ക് ഒരു ക്ഷീണവും ഉണ്ടാകത്തില്ല. നിങ്ങൾ ഉറങ്ങുമ്പോഴും ഞാൻ സൗണ്ട് കൂടി പോകുന്നുണ്ടോ? കുഴപ്പമുണ്ടോ? ഉണ്ട് ഫസ്റ്റേ? നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റുമോ? പൗലോസ് പറയാണ്, നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾ ഉണർന്നിരിക്കുമ്പോഴും, നിങ്ങൾ ഉറങ്ങിയാലും നിങ്ങൾ ഉണർന്നിരുന്നാലും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിനായിട്ടാണ് അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതെന്ന്. കാരണം നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്. ഈ മനുഷ്യൻ്റെ നേച്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അപ്പൻ്റെ നേച്ചർ അകത്തെ മനുഷ്യൻ കാണിക്കുന്നത്. നമ്മൾ നല്ല ഉറക്കമായിരിക്കും, ഞാൻ പറയാം, നമ്മൾ നല്ല ഉറക്കമായിരിക്കും. പക്ഷെ നമ്മുടെ അകത്തെ മനുഷ്യന് ഉറക്കമുണ്ടോ? അവൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നറിയോ? നമ്മുടെ അപ്പൻ, ആത്മാവിൽ ജനിച്ച നാം, നമ്മുടെ അപ്പൻ്റെ സ്വഭാവം എന്നാന്ന് ചോദിച്ചാൽ, അതാണ് അതിൻ്റെ പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കാണുന്നത്. ഇസ്രായേലിൻ്റെ പരിപാലകൻ എന്ത് ചെയ്യുന്നില്ല? ഉറങ്ങുന്നുമില്ല. അതേ നേച്ചറുള്ള ഒരു വ്യക്തിത്വത്തെ, ഒരു അകത്തെ മനുഷ്യനെ നമ്മുടെ ഉള്ളിൽ ദൈവം സൃഷ്ടിച്ചു വെച്ചിട്ടാണ്
പുതിയ നിയമത്തിൽ ഇങ്ങനെ നമ്മളോട് പറയുന്നു. എന്ത് പറയുന്നു എന്നറിയാമോ? നിങ്ങൾ ആരാന്ന് തിരിച്ചറിയണം. യോഹന്നാൻ എന്നെ മനസ്സിലായില്ല, അതുകൊണ്ട് അവൻ സംശയമുണ്ടായി ചോദിച്ചെങ്കിലും ഞാൻ അവനോട് ഒരിക്കൽ പോലും ദേഷ്യപ്പെട്ടില്ല. യോഹന്നാനെ, നീ എന്താ ഭയങ്കര വെളിപ്പാടൊക്കെ പറഞ്ഞിട്ട്, അല്ല നീ വലിയ കാര്യം പറഞ്ഞിട്ട് നിനക്ക് എന്തോ സംഭവിച്ചു? ഞാൻ ചോദിച്ചോ? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ ആ പൗലോസ് പറയാണ്, ഏതൊരുവനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാൻ കഴിയും. ഏതൊരുവനെയും, അവൻ ആരായാലും ശരി, ഏതൊരുവനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാൻ കഴിയുമെന്ന് പൗലോസ് പറയുക. കാരണം നമ്മുടെ അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആയി നിൽക്കുമ്പോൾ, നമ്മെ തകർക്കുവാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല. അതിന് പറ്റിയത് നമ്മുടെ ഉള്ളിൽ. നേരത്തെ ഒന്ന് ചിന്തിച്ച്, വീഴ്ച സംഭവിച്ച മനുഷ്യന് ദൈവത്തെ എന്ന് വെച്ചാൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അവനെ എക്വിപ്പ് ചെയ്യാൻ കഴിയാഞ്ഞത് കൊണ്ട് ദൈവത്തിന് കഴിയില്ലായിരുന്നു. കാരണം അവൻ്റെ നിയന്ത്രണം മാറിപ്പോയായിരുന്നു. എന്നാൽ അതിനുവേണ്ടി നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ ആത്മാവിന്, പുതിയൊരു മനുഷ്യനെ, പൗലോസ് പറയുക, എന്താ പറയുന്നത് പൗലോസ്? നിങ്ങളുടെ അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ. അപ്പോൾ അതിലേക്ക് നമ്മുടെ ആ സ്പിരിച്വാലിറ്റി എല്ലാം അകത്തെ മനുഷ്യരിലൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിക്കേ, ഭയങ്കര സ്ട്രോങ് ആയി വരും. ഇവിടെ നമ്മൾ ആ യോഹന്നാനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഉള്ള ഒരു വ്യത്യസ്തതയും, പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം നമ്മളിവിടെ കാണുകയാണ്. അപ്പോസ്തലൻ പൗലോസ് പ്രാർത്ഥിക്കുക. ഒന്ന് വായിക്കാവോ പ്രാർത്ഥന? പൗലോസിൻ്റെ പ്രാർത്ഥന മാത്രം. പൗലോസിൻ്റെ പ്രാർത്ഥനയാണ്. പൗലോസ് എന്താ പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചാൽ, നമുക്ക് ലഭിച്ചത് നമ്മൾ തിരിച്ചറിയണം. കാരണം യോഹന്നാനെ കുറിച്ച് കർത്താവ് പറയുക, യോഹന്നാനെ നീ എന്താ അങ്ങനെ പറഞ്ഞ് എന്ന് ചോദിച്ചോ? ഇല്ല. നമ്മൾ ആ ഭാഗം താഴോട്ട് വായിച്ചു വരുമ്പം നമുക്കിവിടെ കാണാൻ കഴിയും, ദൈവം യോഹന്നാനെ കുറിച്ച് പറയുക, മരുഭൂമിയിലെ പ്രവാചകനെന്നും അവൻ ആരാന്നറിയാവോ എന്ന് നല്ലൊരു ആശയം പറഞ്ഞവിടെ നിർത്തി. കാരണം അത്രേ പറയാൻ കഴിയത്തുള്ളൂ. കാരണം എന്നാൽ ഇന്ന് നാം ദൈവത്തിൽ വീണ്ടും ജനിച്ചവരാ. നമ്മുടെ കപ്പാസിറ്റിയെക്കുറിച്ച് നമുക്ക് പോലും അറിയില്ല. അപ്പോൾ ഇവിടെ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചാൽ, ഇവിടെ യോഹന്നാൻ കണ്ടായിരുന്നു യേശുവിനെ, ഇല്ലേ? ഇവിടെ പറയുകയാണ്, കർത്താവേ എനിക്ക് ആ ജ്ഞാനം. ആ ഭാഗം ഒന്ന് വായിച്ചു വരുമ്പോൾ നമുക്കവിടെ മനസ്സിലാകുകയാണ്. കണ്ടോ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും. ആ ഭാഗം നമ്മൾ വായിച്ചു വരുമ്പോൾ കണ്ടോ, നമുക്കെന്തോ മാറ്റം സംഭവിച്ചു. നമുക്ക് ചിലത് കാണുവാനുള്ള അവകാശമാണ് ലഭിച്ചത്. എന്ന് വെച്ചാൽ പഴയ നിയമം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തെ കണ്ട ആരുമില്ല, എങ്ങനെയാണ് പറയുന്നത്? എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് ലഭിച്ച അവകാശമാണ്. നമുക്ക് ആരെ കാണാൻ കഴിയും? ദൈവത്തെ കാണുവാൻ. അത് നമ്മുടെ ഹൃദയദൃഷ്ടി എന്ന് വെച്ചാൽ നമുക്ക് വെളിപ്പാടിൽ കാണാൻ കഴിയും. പുതിയ നിയമസഭയുടെ മർമ്മം എവിടാന്നറിയോ? വെളിപ്പാടിലാ. നമ്മളവനെ യേശുവിനെ കാണേണ്ടതുപോലെ ആത്മാവിൽ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പിന്നെ മറക്കാൻ കഴിയില്ല. അതാണ് നമ്മളതിൻ്റെ മർമ്മത്തിലേക്കാണ് കിടക്കുന്നത്. നാം ജഡത്തിലാവുമ്പോൾ, ഇപ്പം ഞാൻ പറയും, ഇപ്പം ജഡത്തിൽ നമ്മൾ കുറേ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അത് നമ്മെ ചീർപ്പിച്ചെന്നിരിക്കും. എന്നാൽ ആത്മാവിലുള്ള ആത്മാവിൽ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ കാണേണ്ടവനെ പോലെ കാണേണ്ട പോലെ കണ്ടു കഴിയുമ്പോൾ പിന്നെ ഒരിക്കലും, അതാണ് പറയുന്നത്, ശരിക്കുള്ള ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പിന്മാറ്റത്തിൻ്റെ അവസ്ഥ ഉണ്ടാകുന്നില്ല. കാരണം നാം അവനെ കണ്ടു കഴിഞ്ഞു. എവിടെ ആരെ കണ്ടേന്നറിയാവോ? നമ്മുടെ അകത്തെ മനുഷ്യൻ യേശുവിനെ കണ്ടു കഴിഞ്ഞു. പിന്നെ ആ അകത്തെ മനുഷ്യൻ യേശുവിനെ കണ്ടതുകൊണ്ട് ആ അകത്തെ മനുഷ്യൻ്റെ നിയന്ത്രണത്തിലേക്ക് ഈ പുറത്തെ മനുഷ്യനായി തീരുമ്പോൾ നമുക്കൊരു ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയും. സമയമായ
അല്ലേ? അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി നല്ലൊരു അവസരം. കാരണം യേശുവിൻ്റെ സ്നേഹമാണ് അവിടെ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ഇവിടെയെല്ലാം കർത്താവേ നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത, എഫേസ്യ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്ന പോലെ ആത്മീയമായ സകല അനുഗ്രഹങ്ങളാലും ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവമേ കർത്താവേ സ്തോത്രം. അതുപോലെ കർത്താവേ ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ആദാമിനെ സൃഷ്ടിച്ചതിന് ശേഷം ആദാമിനോട് ചോദിച്ചല്ല അവൻ എന്തെങ്കിലും ചെയ്തത്. ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാം ഒരുക്കിയതുപോലെ കർത്താവേ മുന്നമേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിക്കുമ്പോൾ നമുക്ക് ആവശ്യമായതെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ലഭിക്കും. ദാവീദ് പറയുന്നത് പോലെ അതാണ് പറയുന്നത്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. എന്നാൽ ഹല്ലേലൂയ, അവർക്ക് ലഭിക്കാതിരുന്ന ഭാഗ്യം, ആ ക്രിസ്തുവിൻ്റെ, ആ വീണ്ടും ജനനത്തിൻ്റെ, ആ നിത്യജീവൻ്റെ, ആ തേജസ്സിൻ്റെ, ആ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ, അവനുമായിട്ട് സംസാരിക്കുവാൻ, അവനോട് ചേർന്ന് നടക്കുവാൻ, അവനോട് വസിക്കുവാൻ എല്ലാം ദൈവം നമുക്ക് നൽകി തന്ന നല്ല അവസരത്തെ നമുക്ക് സന്തോഷത്തോടെ ആയിരിക്കാം. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.